നമ്മുടെ രാജ്യത്തെ നടുക്കിയ ദുരന്തം എല്ലാവരെയും വേദനയിലാഴ്ത്തി. ഒരാൾ ഒഴിച്ച് മുഴുവൻ പേരും ആളിക്കത്തിയ തീയിൽ വെന്തു മരിച്ചു. തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ വികൃതമായ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുന്നതിനു വേണ്ടി DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജീവിത പ്രാരാബ്ദങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തെ നേരിട്ട നമ്മുടെ സ്വന്തം നാട്ടുകാരി കോഴഞ്ചേരി പുല്ലാട് സ്വദേശിയായ പ്രിയ രഞ്ജിതയും ഒപ്പം യാത്രയായി. നാടിൻ്റെ വേദനയും ഇതോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ആഗ്രഹങ്ങളൊക്കെയും പാതി വഴിയിൽ ബാക്കി വെച്ചാണ് രഞ്ജിതയുടെ വേർപാട്. ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്ക് എത്തുക രഞ്ജിതയുടെ ചേതനയറ്റ ശരീരമാകും. വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുചൂടനെയും ഇതികയെയും അറിയിച്ചിരുന്നില്ല. അമ്മ കയറിയ വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കരഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഉരുകുകയായിരുന്നു ഈ വീട്ടിലേക്ക് ഓടിയെത്തിയവർ. 5 വർഷം മുമ്പ് മസ്കറ്റിലേക്ക് പോയ രഞ്ജിത അധികം വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു. 1 വർഷം മുമ്പാണ് കുടുംബ വീടിന് സമീപം പുതിയ വീടിന് തറക്കല്ലിടുന്നത്. അതിനിടെ UK-യിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി. ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും ഇരുവിപേരൂർ OEM സ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കുട്ടിക്കൊപ്പം നിർത്തി മടങ്ങി. വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം നിൽക്കാൻ നാളുകളെണ്ണി കാത്തിരിക്കുകയായിരുന്നു രഞ്ജിത. മൃതദേഹം തിരിച്ചറിയുവാനുള്ള DNA പരിശോധനയ്ക്കായി സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകുന്നു.